ചേച്ചിയെ, നിങ്ങളുടെ ഡിമാൻഡ് എന്തൊക്കെയാണ്? അയ്യോ ചേച്ചി, അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഒരു ഡിമാൻഡും ഇല്ല. ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാം ദൈവം തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് നല്ല സംസ്കാരമുള്ള വീടൊക്കെ ഞങ്ങളുടെ നോക്കാൻ ഒരു പെൺകുട്ടിയെ വേണം. എന്റെ മോളായത് കൊണ്ട് പറയല്ലാട്ടോ. ഇവൾക്ക് നല്ല സംസ്കാരവും നല്ല ഗുണങ്ങളും ഒക്കെ ഉണ്ട്. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ മിടുക്കിയ. ഇവൾക്ക് 3 ചേട്ടത്തിമാരുണ്ട്. 3 ചേട്ടത്തിമാരോട് ഇവൾക്ക് പെരുത്ത ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ ചേച്ചി അവരോട് തന്നെ ചോദിച്ചോളൂ ഇവളുടെ കാര്യങ്ങളൊക്കെ. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല. മോളെ കാണുമ്പോ തന്നെ അറിയാം നല്ല കുടുംബത്തിലെയാണ്. അതെ, ആദിത്യ മോൻ എന്തെങ്കിലും യുവികയോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ ട്ടോ. ഇല്ല ഇല്ല ആൻറ്റി, എനിക്കൊന്നും ചോദിക്കണ്ട. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കും യുവികയെ ഇഷ്ടമാണ്. അതല്ല മോനെ, എന്തെങ്കിലൊക്കെ ഡിമാൻഡോ കാര്യങ്ങളോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. അതായത് ആൻറ്റി, എനിക്ക് ഒരു ഡിമാൻഡേ ഉള്ളൂ. അത് ചൂടായിട്ട് ഭക്ഷണം കിട്ടണം. ഷോ, ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? കല്യാണം കഴിഞ്ഞാൽ അതൊക്കെ അവളുടെ കടമയല്ലേ, കുടുംബത്തിനും മോനും ഒക്കെ ചൂട് ആഹാരം ഉണ്ടാക്കി തരുന്നത്. ആദിത്യക്ക് ഇത് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നി. യുവികയെ നോക്കി ചിരിച്ചു. ആദിത്യനെ കണ്ട് യുവികയും ചിരിച്ചു. അങ്ങനെ രണ്ടുപേരുടെയും വിവാഹം മംഗളകരമായി നടന്നു. കല്യാണം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം ഒരു ഞായറാഴ്ച രാത്രി. യുവിക, നാളെ മൺഡേ ആണ്. എനിക്ക് നാളെ തൊട്ട് ഓഫീസിൽ പോകണം. കല്യാണത്തിന്റെ പേരിൽ ഞാൻ അവധി ഒരുപാടായിപ്പോ എടുക്കുന്നത്. നാളെ എനിക്ക് ഊണ് തയ്യാറാക്കി തരണേ. ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ ലഞ്ച് റെഡിയാക്കിക്കോളാം. അടുത്ത ദിവസം രാവിലെ അവൾ അമ്മായിയുടെ അടുത്ത് പോയി ചോദിക്കും. അമ്മ, ഭക്ഷണം എന്താ ഉണ്ടാക്കേണ്ടേ? ആ മോളെ, ചപ്പാത്തിയും കറിയും മതി. അവൻ പുറത്തുനിന്ന് ആഹാരം കഴിക്കില്ല. കല്യാണത്തിന് മുമ്പ് അവൻ പുറത്തുനിന്നാ കഴിച്ചോണ്ടിരുന്നേ. കാരണം ഞാനുണ്ടാക്കുന്ന ഭക്ഷണം ഉച്ചയാവുമ്പോ തണുത്തുപോകും. അതവന് ഇഷ്ടമല്ലല്ലോ. ശരി അമ്മ. ഇത് പറഞ്ഞ യുവിക അടുക്കളയിൽ പോയി ഭക്ഷണം തയ്യാറാക്കും. ആദിത്യ കുളിച്ചൊരുങ്ങി ഓഫീസിലേക്ക് പോകാനായിട്ട് പുറത്തു വരും. യുവിക തിരക്ക് പിടിച്ച് അവന്റെ പുറകെ ലഞ്ച് ബോക്സുമായി പോകും. അതേനെ, നിങ്ങളെന്താ ധൃതിയിൽ പോകുന്നത്? ലഞ്ച് ബോക്സ് വേണ്ടേ? വാട്ട് ആർ യു കിഡിങ്? നിനക്കറിയില്ലേ ഞാൻ തണുത്ത ഭക്ഷണം കഴിക്കില്ലെന്ന്. എനിക്ക് ലഞ്ച് പോലും ചൂട് വേണം. ചൂട് ലഞ്ച് എങ്ങനെയാണത് പോസിബിൾ ആവുന്നത്? എന്തായാലും ഉച്ചയാകുമ്പോ ഇത് തണുത്തു പോകൂലേ? അതല്ലേ, എനിക്ക് ഉച്ചക്ക് 1 മണിക്ക് എന്റെ ഓഫീസിൽ ചൂട് ഭക്ഷണം കിട്ടിയേ പറ്റൂ. പിന്നെ ഭക്ഷണം എങ്ങനെ നീ ഓഫീസിൽ എത്തിക്കുമെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിന്റെ ഉത്തരവാദിത്തമാണ്. ആദിത്യ ഇതെല്ലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. പാവം യുവിക ആ ലഞ്ച് ബോക്സും നോക്കി നിപ്പായി. വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് അവൾ വീണ്ടും ആദിത്യയ്ക്ക് വേണ്ടി ലഞ്ച് ബോക്സ് റെഡിയാക്കി അവൾ അതും കൊണ്ട് പുറത്തേക്ക് പുറപ്പെടും. അയ്യോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ഇതെങ്ങനെ അവിടെ എത്തിക്കും? അപ്പോഴാണ് അയൽപക്കത്ത് താമസിക്കുന്ന മയങ്കിനെ അവൾ കാണുന്നത്. ആദിത്യയുടെ സെയിം ബിൽഡിംഗിലാണ് മയങ്കും ജോലി ചെയ്യുന്നത്. അവരുടെ കല്യാണത്തിനും അവൻ വന്നിരുന്നു. ആദിത്യ ആണെങ്കിൽ മയങ്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മയങ്കിനെ വിളിക്കും. മയങ്ക് ചേട്ടാ. അതെ, യുവിക ചേട്ടത്തി എവിടെയെങ്കിലും പോകുവാണോ? ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഇല്ല ചേട്ടാ, നിങ്ങള് ഇപ്പൊ ഓഫീസിലേക്ക് പോവാണോ? എനിക്ക് ഡേ ഷിഫ്റ്റ് ആണ്, അതുകൊണ്ട് ചോദിച്ചതാ. ആണോ? മയങ്ക് ചേട്ടാ, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യാമോ? ആദിത്യക്ക് വേണ്ടി ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് പോണ വഴിക്ക് കൊടുക്കാമോ? ഓഹോ ചേട്ടത്തി, ഇതിനൊക്കെ ഇത്ര ഹെസിറ്റേറ്റ് ആവുന്ന എന്തിനാ? എന്തായാലും ആദിത്യയുടെ ഓഫീസ് എന്റെ ബിൽഡിങ്ങിന്റെ താഴെയാണ്. അപ്പൊ പിന്നെ ഞാൻ പോകുന്ന വഴി കൊടുത്താ പോരെ? ഓ, താങ്ക് യു സോ മച്ച് ചേട്ടാ. എന്റെ പ്രശ്നമാണ് ചേട്ടൻ തീർത്തത്. സന്തോഷത്തോടെ യുവിക തിരിച്ചു വീട്ടിലേക്ക് പോകും. ആദിത്യക്ക് ഇതൊരു ശീലമായി മാറി. അവന് രാവിലത്തെ ഭക്ഷണം തൊട്ട് രാത്രിയിലെ വരെ ഭക്ഷണം ചൂട് വേണം. ഇനി ഓഫീസിൽ നിന്ന് ലേറ്റ് ആയി കഴിഞ്ഞാലും 10 മണിയായാൽ പോലും രാത്രി അവന് ചൂട് ഭക്ഷണം വേണം. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഒരുപാട് നേരം കാത്തിരുന്നു കഴിഞ്ഞപ്പോ യുവിക മയങ്കിന്റെ വീട്ടിലേക്ക് പോയി. അവിടുത്തെ ബെല്ലടിച്ചു. മയങ്കിന്റെ അമ്മ വാതില് തുറന്നു. അമ്മ നമസ്കാരമുണ്ട്. അത് മയങ്ക് ചേട്ടൻ ഇന്ന് ഓഫീസിൽ പോയില്ലേ? അവന്റെ ഷിഫ്റ്റ് മാറി മോളെ. ഇനിയിപ്പോ രാത്രി ജോലിക്ക് പോണം. ഓ, ഉറങ്ങുക. എന്താ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്തെന്നോ? ആ ശരി. യുവിക വീട്ടിലേക്ക് പോയി. എന്നിട്ട് അവിടുന്ന് ആദിത്യയുടെ ഓഫീസിലേക്ക് പോയി. ഇതെന്നും ഇത് തന്നെ ശീലമായി. അങ്ങനെ ഒരു ദിവസം, എന്റെ ദൈവമേ, 12 ആയാലോ. ഞാൻ ആ വാഷിംഗ് മെഷീൻ ഓണാക്കിയേക്കോ. എന്താ ചെയ്യാ? എന്തു പറ്റി മോളെ? എന്താ ഇത്ര ടെൻഷൻ? അമ്മ, ഇന്ന് അമ്മയ്ക്കൊന്ന് ഓഫീസിൽ പോയി ഭക്ഷണം കൊടുക്കാമോ? ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയിട്ടേക്കോ, അതൊന്ന് നോക്കണായിരുന്നു. ആ, അതാണോ? ഞാൻ കൊണ്ടുകൊടുക്കാം. ആദിത്യയുടെ അമ്മ ലഞ്ചും കൊണ്ട് നടന്നു പോവുമായിരുന്നു. പൊരിഞ്ഞ വെയിലുമായിരുന്നു. ആ പൊരിഞ്ഞ വെയിലത്ത് BP ലോ ആയി തല കറങ്ങി അവിടെ ചുറ്റി വീണു. അങ്ങനെ അടുത്ത ദിവസം, അമ്മ വിഷമിക്കണ്ട, ഞാൻ തന്നെ കൊണ്ടുകൊടുത്തോളാം. അമ്മ രാത്രിയിലെ ഭക്ഷണം ഉണ്ടാക്കുവോ? അയ്യോ, രാത്രിയിലെ ഭക്ഷണോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല മോളെ. അങ്ങനെ ഒരു ദിവസം മാർക്കറ്റിൽ ഇലക്ട്രിക്കൽ ലഞ്ച് ബോക്സിനെ കുറിച്ച് അറിഞ്ഞു. അവൾ അത് പോയിട്ട് വാങ്ങിക്കൊണ്ട് വന്നു. അടുത്ത ദിവസം തൊട്ട് അവളുടെ കെട്ടിയവന് ഇലക്ട്രിക്കൽ ലഞ്ച് ബോക്സ് അങ്ങ് കൊടുക്കും. യുവിക, ഇതെന്താ? തണുത്ത ഭക്ഷണം ഞാൻ കഴിക്കില്ലെന്ന് അറിയില്ലേ?
എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇതൊന്ന് നോക്കിക്കേ. ഇലക്ട്രിക്കൽ ലഞ്ച് ബോക്സാ. ഇതിൽ നിങ്ങൾക്ക് എത്ര വേണോ എപ്പോ വേണോ ചൂടാക്കി എടുക്കാം ഭക്ഷണം. ആദിത്യ സന്തോഷത്തോടെ അതും കൊണ്ട് ഓഫീസിലേക്ക് പോയി. പക്ഷെ ഒരു ദിവസം വൈകുന്നേരം, അല്ല മോനെ, നീ എന്താ ഇത്ര നേരത്തെ? അല്ല, നിന്റെ നെറ്റിക്ക് എന്താ പറ്റിയത്? അല്ല, ആദിത്യക്ക് എന്താ പറ്റിയേ? പറ എന്നോട്, എന്താ ഈ മുറിവ്? ഇതെല്ലാം നിന്റെ ഇലക്ട്രിക്കൽ ടിഫിൻ ബോക്സ് കാരണമാണ്. ഞാനിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം ചൂടാക്കാൻ നോക്കിയപ്പോൾ അത് പെട്ടെന്ന് ബ്ലാസ്റ്റായി. നീ കണ്ടോ, എന്റെ മുഖത്ത് പരിക്കേറ്റത് കണ്ടോ? അവിടുന്ന് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വെച്ച് വന്നതേ ഉള്ളൂ. ഇനി മുതൽ എനിക്ക് എന്റെ ഇലക്ട്രിക്കൽ ടിഫിൻ ബോക്സ് വേണ്ട. പക്ഷേ ഭക്ഷണം ചൂട് തന്നെ വേണം. യുവികയ്ക്ക് ശരിക്കും ഭ്രാന്തായിരിക്കുകയായിരുന്നു. ഇനി ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. യുവിക വൈകുന്നേരം കറി ഉണ്ടാക്കിയതിന് ശേഷം ചപ്പാത്തി എല്ലാവർക്കും ഉള്ളത് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അവർക്ക് വിളമ്പിക്കൊടുത്തു. എന്ത്, തണുത്ത ചപ്പാത്തിയും കറിയോ? എനിക്കിത് വേണ്ട. അതെ മോളെ, ഇത് തണുത്തതാണല്ലോ. ഞങ്ങൾക്കും ചൂട് കഴിക്കുന്ന ശീലമായിപ്പോയി മോളെ. ഞാൻ എന്തായാലും ഇനി ചൂട് ആഹാരം ഉണ്ടാക്കുന്നില്ല. കഴിക്കേണ്ടവര് കഴിച്ചാ മതി. നിങ്ങൾക്കെന്നും ചൂട് തന്ന് ഞാൻ എന്നും തണുത്ത ആഹാരമല്ലേ കഴിക്കുന്നത്? എന്നോട് ഇതുവരെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നീ എന്താ തണുത്ത ആഹാരം കഴിക്കുന്നേന്ന്? ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. ഞാനിവിടുത്തെ ആരാ? വെറും മരുമോളല്ലേ. നിങ്ങൾക്ക് എന്ത് പ്രശ്നം? ഇതും പറഞ്ഞു യുവിക ദേഷ്യത്തോടെ അവളുടെ മുറിയിലേക്ക് പോയി. അടുത്ത ദിവസം സൺഡേ ആയിരുന്നു. ആദിത്യയും മായയും ഉറക്കത്തിൽ എണീറ്റ് ഡൈനിങ് ടേബിളിന്റെ അവിടെ വന്നപ്പോ ചൂട് പക്കോട ഇരിക്കുന്നതായിട്ട് അവര് കണ്ടു. ആഹാ, ചൂട് ബ്രെഡ് പക്കോടയാണല്ലോ ഇത്. ഇന്ന് പൊളിക്കും. ഇതിന്റെ കൂടെ നല്ല ചട്നി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഞാൻ ഇപ്പൊ തന്നെ യുവികയോട് പറയാം. യുവിക. അവൻ ഒരുപാട് പ്രാവശ്യം യുവികയെ വിളിച്ചു. അവിടെ ഇല്ല അവള്. അപ്പോഴാണ് അവൻ ആ പ്ലേറ്റിന്റെ അടിയിൽ ഒരു പേപ്പർ കാണുന്നത്. ഇത് എന്റെ വക അവസാനത്തെ ചൂട് ഭക്ഷണമെന്ന് വെച്ച് കഴിച്ചോളൂ. ഇനി ഞാൻ ഒരിക്കലും തിരിച്ചിങ്ങോട്ടേക്ക് വരില്ല. പ്ലീസ് ഹാവ് ഇറ്റ് ആൻഡ് എൻജോയ് ഇറ്റ്. ആദിത്യയുടെ മായന്റെ മുഖം അങ്ങ് വരണ്ടു. അവർക്ക് എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽപ്പായി. എല്ലാവരും മനസ്സിലാക്കണം, കല്യാണം കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോ നിങ്ങൾ മകളെയാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ വേലക്കാരിയല്ല. അവൾ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യും. എന്നാൽ അവളുടെ ഇഷ്ടങ്ങളും നിങ്ങളും നോക്കണം. എന്നും ചൂട് ഭക്ഷണം വേണമെന്നത് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ ആ ചൂട് ഭക്ഷണം ഉണ്ടാക്കുന്ന കൈകളുടെ ആ കഷ്ടപ്പാടും ആ മനുഷ്യന്റെ ബുദ്ധിമുട്ടും മനസ്സിലാക്കണം. അതെ ഗൗരി, നിർത്തിക്കോ നീ. ഇനി നീ വീട്ടിൽ പൊക്കോ. ശിവം തന്റെ ഭാര്യ ഗൗരിയോട് വീട്ടിൽ പൊയ്ക്കോളാൻ പറഞ്ഞ് ജോലി ചെയ്യാൻ തുടങ്ങി. അവര് പാവപ്പെട്ടവരായതുകൊണ്ട് നാട്ടിലെ വലിയൊരു മുതലാളിയുടെ കൃഷിഭൂമിയിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ രണ്ടുപേരും അവരുടെ വീട്ടിലെത്തി. അല്ല ഗൗരി, ഇന്ന് കഴിക്കാൻ എന്താ ഉണ്ടാക്കിയത്? കുറച്ച് പരിപ്പുണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെന്താ, നീ ഉണ്ടാക്കുന്ന കിച്ചടി ഹോട്ടലിലെ ആഹാരത്തിനേക്കാളും രുചിയുള്ളതാണല്ലോ. ശിവം പറഞ്ഞത് കേട്ട് ഗൗരിക്ക് നാണം വന്നു. പക്ഷെ ഈ സന്തോഷം അധികം നാള് നിന്നില്ല. ഒരു നാൾ നാട്ടിൽ മഴയും വെള്ളപ്പൊക്കവും വന്ന് എല്ലാവരുടെയും വീടും കൃഷിഭൂമിയും നഷ്ടപ്പെട്ടു. അതിനുശേഷം അവരുടെ കാര്യം വലിയ കഷ്ടത്തിലായി. എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാ പിന്നെ നമുക്ക് നഗരത്തിലോട്ട് പോയാലോ? അവിടെ എന്തെങ്കിലൊക്കെ ജോലി കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നീ പറഞ്ഞ വളരെ ശരിയാ. അല്ലെങ്കിലും ഈ ഗ്രാമത്തിൽ നമുക്ക് ആരാ ഉള്ളത്? അടുത്ത ദിവസം തന്നെ ഗൗരിയും ശിവവും നഗരത്തിലേക്ക് പുറപ്പെട്ടു. കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി അവര് രണ്ടുപേരും അവിടുന്ന് പുറപ്പെട്ടു. വെള്ളത്തിലൂടെ നടന്ന് അവരാദ്യം ബസ് സ്റ്റാൻഡിൽ പോയി നേരെ നഗരത്തിലെത്തി. തൽക്കാലം ഇന്നിവിടെ തങ്ങാനുള്ള വഴി നോക്കാം. എന്നിട്ട് നാളെ ഞാൻ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കട്ടെ. ശരി, ദൈവം എന്തായാലും ഇത്രയൊക്കെ നമ്മളിവിടെ എത്തിച്ചില്ലേ, എന്തെങ്കിലും വഴി കാണിച്ചു തരും. അങ്ങനെ അവര് രണ്ടുപേരും ആ ബസ് സ്റ്റോപ്പിൽ തന്നെ രാത്രി കിടന്ന് ശിവം രാവിലെ ആയപ്പോ ജോലി തപ്പി ഇറങ്ങി. രാവിലെ മുഴുവൻ നടന്നിട്ടും അവന് ജോലിയൊന്നും കിട്ടിയില്ല. എന്തു പറ്റി? ജോലിയൊന്നും കിട്ടിയില്ലേ? ഓ, എവിടുന്ന്? എനിക്കാണ് നല്ല വിശപ്പുണ്ട്. നീയും രാത്രി തൊട്ടൊന്നും കഴിക്കാതിരിക്കുന്നതല്ലേ. ആ ശരി, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഇതാ അവിടെ ഒരു തട്ടുകടയുണ്ടല്ലോ, നമുക്ക് അവിടെ പോയി നോക്കാം. ചേട്ടാ, 2 പ്ലേറ്റിന് എത്രയാ? ഒരു പ്ലേറ്റിന് 100 രൂപയാ. 2 എണ്ണത്തിന് 200 രൂപയാകും. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന്റെ ഭക്ഷണത്തിന് എന്ത് വിലയാ? നിങ്ങൾ നഗരത്തിൽ ആദ്യമായിട്ടാണോ? കയ്യില് കാശൊന്നും ഇല്ലാതെയാണോ രണ്ടുപേരും കഴിക്കാനായി വന്നത്? ഒന്നും മിണ്ടാതെ തന്നെ രണ്ടുപേരും 2 പ്ലേറ്റ് വാങ്ങി കഴിക്കാൻ തുടങ്ങിയതോടെ അയ്യേ, എന്റെ ദൈവമേ, ഇത്രയും വില കൂടിയ ഭക്ഷണത്തിന് ഒരു രുചിയില്ലല്ലോ. മട്ടർ പനീർ എന്ന് പറഞ്ഞിട്ട് ഒരു മസാലയില്ലല്ലോ. സത്യം പറയാലോ, ഉപ്പും ഇല്ല എരിവും ഇല്ല. നമ്മുടെ പൈസ പോയെന്ന് പറഞ്ഞാ മതി. വളരെ ബുദ്ധിമുട്ടോടെ കഴിച്ച ഭക്ഷണത്തിന്റെ പൈസ കൊടുത്ത് അവരവിടെ നിന്നങ്ങ് പോയി. ഇതിനേക്കാളും നന്നായിട്ട് മട്ടർ പനീർ ഉണ്ടാക്കാൻ എനിക്കറിയാം. ആണോ? അതൊരു പുതിയ അറിവാണല്ലോ. ഇതുവരെ നീ എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിലേ നീ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി കാണിച്ചേ. നാളെ തന്നെ ഞാൻ എല്ലാ സാധനവും വാങ്ങിത്തരാം. ശിവം തന്റെ കയ്യിലുള്ള ബാക്കി പൈസ കൊണ്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഗൗരി ഇഷ്ടിക കൊണ്ട് അടുപ്പ് കൂട്ടി ഒരു പാത്രത്തിൽ മട്ടർ പനീർ ഉണ്ടാക്കാൻ തുടങ്ങി. ശിവം മട്ടർ പനീർ വായിൽ വെച്ചപ്പോൾ തന്നെ എന്താ ഗൗരി, ശരിയാണല്ലോ.
ഈ മട്ടർ പനീർ അയാൾ ഉണ്ടാക്കിയതിനേക്കാളും അടിപൊളിയാണല്ലോ. ഇത് വെച്ച് നമുക്കൊരു തട്ടുകട തുടങ്ങിയാലോ? അത് നല്ലതാണ്. നിങ്ങൾ ബാക്കി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നാ മട്ടർ പനീർ ഉണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. രണ്ടുപേരുടെ ഉള്ള സമ്പാദ്യം വെച്ച് അവരൊരു ഉന്തുവണ്ടി വാങ്ങിച്ച് ബാക്കിയുള്ള പൈസ കൊണ്ട് വാടകയ്ക്കൊരു മുറിയെടുത്തു. എന്നും അവർ ചോറ്, ചപ്പാത്തി, മട്ടർ പനീർ ഉണ്ടാക്കും. എന്നിട്ടത് വിൽക്കും. നല്ല സ്വാദുള്ളതുകൊണ്ടും ആൾക്കാരവിടെ കഴിക്കാൻ വരും. അങ്ങനെ അവർക്ക് നല്ല വരുമാനവും വന്നു. ഗൗരിയും ശിവവും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പൊക്കമുള്ള രണ്ടാൾക്കാര് വന്നു. അതെ, കഴിക്കാൻ വല്ലതും ഉണ്ടോ ഇവിടെ? വരൂ, കഴിക്കാനുണ്ടല്ലോ. കഴിക്കാൻ ചപ്പാത്തി, ചോറ്, മട്ടർ പനീറുണ്ട്. എന്നാ 2 വെച്ചെടുത്തോ. അങ്ങനെ ശിവം രണ്ടുപേർക്ക് 2 പ്ലേറ്റിൽ കഴിക്കാൻ കൊടുത്തു. അങ്ങനെ അവരത് കഴിക്കാനും തുടങ്ങി. അവർക്ക് മട്ടർ പനീർ ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് അടിപൊളി, നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു, അതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്നാ പോട്ടെ. അല്ല ചേട്ടാ, പൈസ തന്നില്ല. പൈസയോ? അതെ, പൈസ. ശിവം തന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസയും നാണയങ്ങളും പുറത്തെടുത്തു. രണ്ടുപേരും ആ നാണയം ശ്രദ്ധിച്ചു നോക്കി. എന്നിട്ട് തന്റെ സഞ്ചിയിൽ നിന്നും 4 നാണയങ്ങളെടുത്ത് ശിവന്റെ കയ്യിലേക്ക് കൊടുത്തു. ഇത്രയും മതിയാകുവോ, അതോ ഇനിയും വേണോ? ദൈവമേ, ഇത് സ്വർണ്ണ നാണയമല്ലേ? അടുത്ത ദിവസം വീണ്ടും അവരവിടെ കഴിക്കാനായിട്ട് വന്നു. അതെ, ഭക്ഷണം എടുത്തോളൂ. ഗൗരി അവർക്ക് രണ്ടുപേർക്കും ഭക്ഷണം എടുത്തു കൊടുത്തു. എന്നിട്ടോ പനീറും ചോറും കൂടുതലിട്ടു. അവര് രണ്ടുപേരും വയറ് നിറച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ഭിക്ഷക്കാരൻ അവിടെ വന്നു. ചേട്ടാ, നന്നായി വിശക്കുന്നുണ്ട്. കഴിക്കാൻ പച്ചച്ചോറാണെങ്കിലും തന്നാ മതി. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. അതിനെന്താ ചേട്ടാ, അവിടെ ഇരുന്നോളൂ, ഞാൻ നിങ്ങൾക്കും ആഹാരം തരാം. ഗൗരി അയാൾക്കും ഭക്ഷണം എടുത്തു കൊടുത്തു. ഇത് കണ്ട രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമായി. ഇപ്രാവശ്യം 5 സ്വർണ്ണ നാണയങ്ങളാണ് കൊടുത്തത്. നിങ്ങൾ രണ്ടുപേരും നല്ലവരാണ്. ഇതുപോലെ എല്ലാവരെയും എന്നും സഹായിക്കണം. അങ്ങനെയെന്നും അവര് രണ്ടുപേരും അവരുടെ തട്ടുകടയിൽ വന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് എന്നും സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കുന്നത് ശീലമാക്കി. എന്നിട്ടൊരു ദിവസം, അല്ല ഗൗരി, 2 ദിവസമായി അവര് വരുന്നില്ലല്ലോ. ചിലപ്പോ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞു കാണും. പക്ഷെ അവര് നമുക്ക് ഒരുപാട് പൈസ തന്നില്ലേ. ഇത് ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയാ. എന്നാലേ നമുക്ക് വൈകുന്നേരം ഇത് സ്വർണ്ണക്കടക്കാരന് കൊടുത്തിട്ട് എത്ര കിട്ടുമെന്ന് നോക്കിയാലോ? വൈകുന്നേരം അവർ സ്വർണ്ണക്കടക്കാരന്റെ അടുത്ത് പോയി അവർക്ക് സ്വർണ്ണ നാണയത്തിനു പകരം നിറയെ പണം തിരികെ കൊടുത്തു. ആ പണം കൊണ്ട് അവരൊരു പുതിയ വീട് വെച്ചു. അതിനുശേഷം അവര് നല്ലൊരു ഭൂമി വാങ്ങി അതിലവർ സ്വന്തമായി ഹോട്ടലും പണിതു. അങ്ങനെ ഇരിക്കവേ അവരുടെ അടുത്തേക്ക് 2 ഭിക്ഷക്കാര് വന്നു. ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും തരുവോ? ഞങ്ങൾ 2 വൃദ്ധന്മാർക്ക് കയ്യിൽ പൈസ ഒന്നുമില്ല. വിശന്നിട്ടാണ് വയ്യ. ആഹാ, കട തുറന്നതും പിച്ചക്കാരാണല്ലോ വന്നിരിക്കുന്നേ. പോ, ഇവിടെ ഒന്നുമില്ല. വിട്ടോ. ഇത് കേട്ടതോടെ ആ 2 പിച്ചക്കാര് രൂപം മാറി. അവര് തന്നെയാണ് പണ്ട് ശിവത്തിന് സ്വർണ്ണ നാണയം കൊടുത്തവർ. ശരിക്കും യമരാജനും ചിത്രഗുപ്തനുമായിരുന്നു. നിങ്ങൾ ഈ ചെയ്തത് നന്നായില്ല. പാവപ്പെട്ടവനായിരുന്ന സമയത്ത് നിങ്ങൾക്ക് ദയയും കരുണയും ഉണ്ടായിരുന്നു. പാവപ്പെട്ടവരുടെ അവസ്ഥ മനസ്സിലാക്കുമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ സ്വർണ്ണ നാണയങ്ങൾ തന്നിരുന്നത്. സമ്പത്ത് വന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരും അഹങ്കാരികളായി മാറിയിരിക്കുന്നു. നിങ്ങൾ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ആവാൻ പോകുന്നു. പെട്ടെന്നൊരു വെളിച്ചം വന്ന് അവര് രണ്ടുപേരും ഉണ്ടാക്കിയ ഹോട്ടലും കാണാതെയായി. വെറും ഭൂമി കണ്ട് രണ്ടുപേരും കരയാൻ തുടങ്ങി. അവരപ്പ തന്നെ അവരുടെ വീടിന്റെ അടുത്തേക്ക് പോയപ്പോ ബംഗ്ലാവ് പോലെ ഉണ്ടായിരുന്ന വീട് പഴയ വീടായി മാറി. അവരുടെ ഉന്തുവണ്ടിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടുപേരും കുറെ ദിവസത്തേക്ക് കരഞ്ഞുകൊണ്ടേയിരുന്നു. എന്നിട്ടവർ വീണ്ടും തട്ടുകടയിട്ടു. പണ്ടത്തെ പോലെ തന്നെ മട്ടർ പനീറും ചപ്പാത്തിയും ചോറും ഒക്കെ ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. അതെ ചേട്ടാ, വിശന്നിട്ട് വയ്യ. കഴിക്കാൻ എന്തെങ്കിലും തരുവോ? എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. കുഴപ്പമില്ല, നിങ്ങളിരിക്കൂ, ഞാൻ ഭക്ഷണം തരാം. അങ്ങനെ അവര് രണ്ടുപേരും ആ ഭിക്ഷക്കാരന് സ്നേഹത്തോടെ ഭക്ഷണം കൊടുത്തു. അയാൾ അവിടുന്ന് കഴിച്ചങ്ങ് പോയി. അങ്ങനെ ഒരു ദിവസം അവന്റെ ഉന്തുവണ്ടി വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു പെട്ടിയിൽ മിന്നിത്തിളങ്ങുന്ന സ്വർണ്ണ നാണയങ്ങൾ അവര് കണ്ടു. ഗൗരി, ഇത് കണ്ടോ? സ്വർണ്ണ നാണയങ്ങളാണ്. ദൈവം നമ്മളോട് ക്ഷമിച്ചെന്ന് തോന്നുന്നു. രണ്ടുപേരും സ്വർണ്ണ നാണയം കണ്ടതിന്റെ സന്തോഷത്തിൽ നേരെ മട്ടർ പനീറിലേക്കൊന്ന് നോക്കി. ഇപ്പൊ അവർക്ക് മനസ്സിലായി എന്ത് ചെയ്യണമെന്ന്, എന്ത് ചെയ്യണ്ട എന്നും. Thanks for watching.